ടൈലറിംഗ് ക്ലാസ് നമ്പർ 55 എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിതേ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തു, അതിൻ്റെ ബെൽറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഈ ടക്ക് എങ്ങനെയാണെന്നറിയോ ഇപ്പുറത്തേക്ക് ഞാൻ ആക്കിയത്? അതായത് ഒരു ഭാഗത്ത് ചോക്ക് വെച്ച് വരഞ്ഞല്ലോ, എന്നിട്ട് ഇതിനെ മറ്റേ ഭാഗം ഇങ്ങനെ വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഇപ്പുറത്തും കിട്ടും കേട്ടോ. പിന്നെ അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ബെൽറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിന് ടക്ക് പിടിക്കണ്ടേ. അപ്പോൾ ടക്ക് പിടിക്കാനായിട്ട് കണ്ടല്ലോ, നമുക്ക് കറക്റ്റ് ആ ലൈന് നമുക്ക് ടക്കിൻ്റെ ലൈൻ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് അടിയിൽ നിന്ന് നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊണ്ടുവരിക, എന്നിട്ട് മേളിലേക്ക് ടക്കിൻ്റെ ആ ഷാർപ്പ് പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ കുറച്ചുകൂടി തയ്ച്ച് മുന്നോട്ട് വരിക ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവിടെ റിവേഴ്സ് സ്റ്റിച്ച് എടുക്കാറില്ല സാധാരണ രീതിയിൽ. പലരും പല രീതിയിലാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ മറ്റേ പാർട്ടിലും ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് പാർട്ടായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ബിഗിനേഴ്സിന് മനസ്സിലാവാനായിട്ട് വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അളവുകളൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസ്, അതായത് ബോഡി മെഷർമെൻറ്റിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ അടുത്ത് ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ ഹുക്കിൻ്റെ അവിടെ വരുന്ന ഹുക്ക് വെക്കുന്ന അവിടെ ഒരു ടക്ക് വരുന്നുണ്ട്. അതൊരു 4 ഇഞ്ച് വീതിയിൽ ഒരു 2.5 ഇഞ്ച് നീളത്തിലാണ് നമുക്ക് വരിക. അപ്പം അതും ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടക്ക് ഇട്ട ശേഷം നൂലിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യേണ്ട, അല്ലാതെ ആ മൊത്തം ഷാർപ്പ് ആ പോയിന്റിൽ നിന്നും കട്ട് ചെയ്യരുത് കേട്ടോ. ഇനി കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക്, ഓക്കെ, അത് നമുക്ക് 4 ഇഞ്ച് വീതിയിൽ 5, 4.5 അല്ലെങ്കിൽ 5 ഡിപ്പെൻസ് ഓരോരുത്തർ. അപ്പോൾ ഇതിലിപ്പോൾ 5 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ അളവ് ബ്ലൗസിലുള്ള പോലെ ചെയ്തിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കതും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അടുത്ത കുറച്ച് പാർട്ടുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് അടുത്ത നെക്സ്റ്റ് പാർട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കേ, ടക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ടക്ക് ഇടുകയെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ടക്കുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ ഷേപ്പ്, നമ്മൾ വരച്ച ഷേപ്പിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഇത് മൊത്തം ശരിക്കും ഫ്രണ്ടിൽ 3 ഇഞ്ചാണ് ടക്കിൻ്റെ വണ്ണം വരുന്നത്. നീളം 1.5-3 ഇഞ്ചും, പിന്നെ ടക്കിൻ്റെ നീളവും 3 ഇഞ്ചാണ്. കണ്ടോ, ഇപ്പം നോക്കിക്കുക, ആ ഷാർപ്പ് കണ്ടോ, നിങ്ങൾക്ക് ആ ഷേപ്പ് കണ്ടോ, കപ്പിൻ്റെ ആ ഷേപ്പ് കണ്ടോ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. മറ്റേത് പറയുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് വരത്തില്ല. ഇത് നല്ല രീതിക്ക് ഷേപ്പാണ് നമുക്ക് ടക്കിന് ഇതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്കിതിൽ എന്താണ്, ബെൽറ്റാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. ഇതിലിപ്പോൾ ആരോ കട്ടിങ് വീഡിയോയിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ട്, അപ്പോൾ ഞാൻ ഇതിൽ തയ്യൽ തുമ്പ് ഇട്ടില്ല. ഞാൻ ഓൾറെഡി മെഷർമെൻറ്റിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ട് ഞാൻ തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞാൽ വരച്ച് കാണിച്ചിട്ടില്ല. വീഡിയോയിൽ കട്ടിങ് പട്ടിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. തയ്യൽ തുമ്പ് 1, 1.5, 2, 2.5, 3 ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യാം. ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, 2 ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലവർ നമ്മൾ ഈ പാൻറ്റിൻ്റെ യൂണിഫോമിൻ്റെയൊക്കെ പീസ് ഉണ്ടാവും, അതുകൂടി ഇതിൻ്റെ ഈ 2 എണ്ണത്തിന് നടുക്ക് വെച്ച് കൊടുക്കും. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്റ്റിഫ് കിട്ടാനായിട്ട്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സ്റ്റിഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിത് ഈ ഒരു ഭാഗം നല്ല വശവും അതായത് ബെൽറ്റിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച ശേഷം ഇതുപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അതിൻ്റെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം അടിയിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അടിച്ചു കൊടുത്ത ശേഷം വേണം അത് മേളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ മെയിൻ പീസുമായിട്ട്. അപ്പോൾ ബെൽറ്റ് നമ്മൾ നോക്കിക്കുക, ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഫസ്റ്റ് ഞാൻ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇതിൽ കുറച്ച് സ്റ്റിഫായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 2 പീസിന് വരെ 3ാമത്തെ പീസ്, അതായത് വല്ല കട്ടിയുള്ള പീസ്, ഇപ്പോൾ യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ അല്ലെങ്കിൽ ജെൻസ് പാൻറ്റിൻ്റെ പീസുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കട്ടിയുള്ള പീസ് ഉണ്ടെങ്കിൽ കുർത്തിയുടെ പാൻറ്റിൻ്റെ പീസ് ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിഫായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് അടിച്ചു കൊടുത്ത ശേഷം അതിനെ മറിച്ചിട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പതിച്ചടിച്ച് കൊടുക്കാം അടിയിൽ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും അടിയിൽ അടിച്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓപ്പണായ ഭാഗം നേരെ ഇതിൻ്റെ മേലെ വെക്കുക. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമല്ല, ഇങ്ങനെ വെച്ച ശേഷം നമുക്ക്
ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്കത് അറിയാൻ പറ്റും ഇത് എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഈ കൂടിയ ഭാഗം വേണം നമുക്ക് ഏറ്റവും നമ്മുടെ ഹുക്കിൻ്റെ ഭാഗം വരേണ്ടത്. ബെൽറ്റിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗം എവിടെ വരണം? ഹുക്കിൻ്റെ ഭാഗത്ത് വരണം. ഓക്കെ, ഇതിവിടെ സ്ട്രെയിറ്റ് അല്ല, അപ്പോൾ അതൊന്ന് ചെറിയൊരു ചരിച്ചിലുണ്ട്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ ഈ ബെൽറ്റിൽ നോക്കിക്കേ, ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ഭാഗം വരേണ്ടത് നമ്മളുടെ ഹുക്കിൻ്റെ ഭാഗത്താണ് വരേണ്ടത്. അത് ഹുക്കിൻ്റെ കറക്റ്റ് ഹുക്കിൻ്റെ സൈഡിലുള്ള ആ ഒരു ഭാഗത്തിൻ്റെ താഴെയാണ് വരേണ്ടത്. എന്നിട്ട് ദേ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ദേ കണ്ടോ, ഇങ്ങനെ വെച്ച ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മുടെ ബെൽറ്റ് ജോയിൻ ചെയ്യണം. ബെൽറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ടക്കിൻ്റെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെ, ഇതുപോലെ തന്നെ മറ്റു പീസും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടൈലറിംഗ് ക്ലാസ് നമ്പർ 55 ആണ്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടാറില്ല. ആക്ച്വലി മക്കളൊക്കെ 10ാം ക്ലാസ് ആണ്. അപ്പം നമ്മുടെ കാര്യവും വീഡിയോ എന്ന് പറഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാത്തത്. ഇപ്പം നോക്കിക്കതേ, ഇങ്ങനെ ആ ടക്ക് പൊങ്ങി നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നറിയാവോ? അതിങ്ങനെ പൊങ്ങി കറക്റ്റാക്കി വെച്ചിട്ട് അങ്ങനെ അടിക്കാൻ പാടില്ല. അതിനെ നമ്മൾ ആ ഒരു ടക്കിൻ്റെ ഭാഗത്തിനെ മേലോട്ടേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെ മേലോട്ടേക്ക് നമ്മൾ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. അല്ലാതെ അതിൻ്റെ മേലെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ആ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ പതിഞ്ഞിരിക്കണ പോലെ ഉണ്ടാവും, ഷേപ്പില്ലാണ്ടിരിക്കണ ഉണ്ടാവും. വേറൊരു കാര്യം പറയാം, നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ബ്ലൗസാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ക്രോസ് കട്ട് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് കിട്ടും. സ്ട്രെയിറ്റ് കട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പതിഞ്ഞ് തന്നെ ഇരിക്കും ബ്ലൗസുകൾ. അപ്പോൾ നമ്മളിത് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ പീസ് നമുക്ക് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഈ ടക്കിൽ നമ്മൾ അടിച്ചിട്ടില്ല, അത് ഇങ്ങനെ കിടക്കണം. വേറൊരു മെത്തേഡ് കൂടിയുണ്ട് ഇത് ജോയിൻ ചെയ്യുന്നതിന്. അതായത് ഇത് നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇൻവിസിബിളായിട്ടും ഇത് നമുക്ക് ഈ ഒരു ബെൽറ്റ് മെയിൻ പീസിനോട് ജോയിൻ ചെയ്യാം കേട്ടോ. ഞാനിതിൽ ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് ഉള്ളിലോട്ട് തിരിച്ചൊക്കെ ഇടേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് പതിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തയ്ക്കുന്നില്ല, ജസ്റ്റ് പതിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബെൽറ്റ് ശരിക്കും നമുക്ക് ഇൻവിസിബിളായിട്ട് അറ്റാച്ച് ചെയ്യാം. അതായത് തയ്യൽ തുമ്പ് ഒട്ടും കാണാത്ത രീതിയിൽ നമുക്കത് അറ്റാച്ച് ചെയ്യാനും പറ്റും. പക്ഷെ ആ മെത്തേഡിലല്ല, സിമ്പിൾ മെത്തേഡിലാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ നോക്കിക്കഴിഞ്ഞാൽ 2 ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചില സമയം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹുക്കിൻ്റെ ഭാഗത്ത് ഒരെണ്ണത്തിന് നീളം കൂടുതലുണ്ടാവും, ഒരെണ്ണത്തിന് നീളം കുറവുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ ഉണ്ടോ നോക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ സ്ട്രെയിറ്റ് ആക്കി നമ്മൾ കറക്റ്റാക്കി, കഴുത്ത് കറക്റ്റാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി കറക്റ്റാക്കി നമ്മൾ സെറ്റാക്കി വെക്കുമ്പോൾ കണ്ടാവും ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാകണം. ഇനി നമുക്കിതിൽ ഹുക്കും അയ്യും വെക്കാനുള്ള പീസ് നമുക്കിതിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് ജോയിൻ ചെയ്തിട്ട് ബാക്ക് പീസിനും ടക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് ടൈലറിംഗ് ക്ലാസ് നമ്പർ 55 ആണ്. ട്രൈ ചെയ്യൂ കേട്ടോ.